റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ 600 പേജ് 23 കൊല്ലം കൊണ്ടാണ് പഠിച്ചത്. നമ്മളെ കുട്ടികളൊക്കെ 5 കൊല്ലം കൊണ്ട് 6000 അല്ല 600 അല്ല 6000 അല്ല 12000 പഠിച്ചുകൂടാം. അപ്പോൾ കുട്ടികളുള്ള വലുത് ബഹുമാനപ്പെട്ട പിന്നെ വിശുദ്ധ ഖുർആനിനേക്കാളും ആ വിശുദ്ധ ഖുർആനെ ഇവിടെ അവതരിപ്പിച്ചു. ഈ 12000 പേര് അള്ളാന്റെ റസൂല് എഴുത്തും വായന അറിയാത്ത ആളാണ്. 23 കൊല്ലക്കാലത്ത് നബി എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നതിൽ അതപകട അതല്ല ഉദ്ദേശം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഒരു സിലബസ് പഠനം നിലക്ക് നോക്കിയാൽ അള്ളാന്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് പഠിച്ചത് എന്താണോ? 600 പേജ് അല്ലേ? മുസാഫ് 600 പേജ് അല്ലേ? അപ്പൊ ഞാനിങ്ങനെ ഏകദേശം കണക്കൂട്ടുന്നത് നിങ്ങള് 8 കൊല്ലം കൊണ്ട്, ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു 5 കൊല്ലം കൊണ്ട് ചുരുങ്ങിയത്. പിന്നെ നമ്മളിപ്പോ മുസാഫ് ആകെ പഠിക്കുന്നത് എത്രയാണ്? 5 പീരീഡ് 6 പീരീഡ് കൊണ്ട് 3 സെമസ്റ്ററിൽ പെണ്ണുങ്ങൾ. അതിന്റെ ഒരു തൂക്കം നോക്കി അങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ 23 കൊല്ലക്കാലം കൊണ്ട് പഠിച്ചത് 600 പേജാണെങ്കിൽ 5 കൊല്ലം പഠിക്കുന്ന ഒരു കുട്ടി 600 അല്ല 6000 അല്ല 2 സെമസ്റ്റർ കൂടുമ്പോ 12000 പേജ് പഠിച്ചു. നിങ്ങളൊന്ന് കണക്കൂട്ടി കളി. എന്തായാലും ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 600 പേജ് അള്ളാന്റെ റസൂല് പഠിച്ചിട്ട് അതിന് 23 കൊല്ലം കാലം കൊണ്ട്, അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൽ റസൂൽ എത്ര പഠിച്ചത്? എന്നിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? റിസൾട്ട് ഇല്ലാത്ത പണിയല്ലേ നമ്മൾ എടുക്കുന്നത്? റിസൾട്ട് എമ്പിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു? മക്കത്തെ ആർക്കെങ്കിലും വിശന്നാൽ എന്താ പറയുന്നത്? നിങ്ങള് അള്ളാന്റെ റസൂലിനെ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന ആൾക്കാർ, കൊല്ലാൻ തീരുമാനിച്ച ആൾക്കാർ, എന്നിട്ട് അള്ള എന്തോ ഒരു വഴി സ്വീകരിച്ച് അലി റളിയല്ലാഹു പുറപ്പിന്റെ ചോട്ട് റസൂലുള്ള പോയത് ഇവർ കണ്ടിട്ടില്ല. ഷാഹത്തിൽ ഉജൂ നബി പോയി. അങ്ങനെ കൊല്ലാൻ നോക്കിയ ആൾക്കാർ, ഇവർക്കൊക്കെ വെള്ളം കൂടി മുട്ടിയാൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാഞ്ഞാലും അവര് നാട്ടിൽ പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ. പൈച്ചക്കണല്ലേ? ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ച മുഹമ്മദിന്റെ അടുത്ത് പോയിക്കോണി. ഫഇന്ന മുഹമ്മദൻ യുഅ്തി അതാഅഹു ലാ യഖ്ശൽ ഫഖർ. ദാരിദ്ര്യം പേടിക്കാതെ കിട്ടിയതൊക്കെ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ എത്ര ആൾ മക്കത്ത് ജീവിച്ചടോ? എത്ര പട്ടിണി തീർത്തടോ? ഇതാണ് മാതൃക. അല്ലാതെ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തർക്കിച്ച് നടക്കല്ല.